മൂൺ വാക്ക് എന്ന മലയാള സിനിമ നമ്മുടെ 80s 90s കാലഘട്ടത്തിലേക്കുള്ള ഒരു നൊസ്റ്റാൾജിക് മടക്കയാത്രയാണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഒരു കൂട്ടം പുതുമുഖങ്ങളുടെ ഫ്രഷായ എന്നാൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത പെർഫോമൻസ് തന്നെയാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്. കൂടുതൽ സിനിമയിലേക്ക് കടക്കുന്ന മുമ്പേ നമുക്കതിൻ്റെ ഒരു കുറച്ച് അണിയറ പ്രവർത്തനത്തിലേക്ക് കുറച്ച് ഓടിച്ചെന്ന് പറയാം. എ വിനോദ് അദ്ദേഹമാണ് സിനിമയുടെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് മൂൺ വാക്ക്. എഴുതിയതും അദ്ദേഹം കോറൈറ്ററാണ് സിനിമയ്ക്കകത്ത്. വിനോദ്, സുനിൽ ഗോപാലകൃഷ്ണൻ, മാത്യു വർഗീസ്, ഇവർ 3 പേരാണ് സിനിമയുടെ റൈറ്റേഴ്സായി വന്നിരിക്കുന്നത്. ഇവരുടെയൊക്കെ ആദ്യത്തെ ചിത്രമാണെങ്കിൽ ഇവരൊക്കെ വർഷങ്ങളായിട്ട് സിനിമ, മീഡിയ, പരസ്യ മേഖലയിലൊക്കെയുള്ള പ്രൊഫഷണൽസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി സിനിമയിൽ കാണാനുണ്ട്. LJP, ലിജോസ് പല്ലിശ്ശേരി, ലിസിൻ സ്റ്റീഫൻ, ഇവർ രണ്ടുപേരും ജസ്നി അഹമ്മദ് എന്ന പ്രൊഡ്യൂസറും ചേർന്ന് മൂൺ വാക്ക് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സിനിമയിൽ എന്തെങ്കിലും പുതുതായിട്ടോ എന്തെങ്കിലും ഉള്ളതായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് സ്പാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടാകുമെന്ന് സിനിമാ പ്രേമികൾക്കൊരു ഒരു ചർച്ചയുണ്ടായിരുന്നു. എന്തായാലും അത് സിനിമ റിലീസായപ്പോൾ അത് സത്യമായിരിക്കുകയാണ്. നമുക്ക് ഈ സിനിമയിലേക്ക് വരാം. 1980കളിലെ പുത്തൻതോപ്പ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മനോഹരമായ ഒരു തീരദേശ ഗ്രാമം. ആ ലൊക്കേഷൻ തന്നെ വളരെ പുതുമ നിറഞ്ഞ ഒന്നാണ്. ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത ഫ്രെയിമുകളും നാട്ടിൻപുറത്തുള്ള കളിസ്ഥലങ്ങളും വീടുകളും വഴികളും ഒക്കെ തന്നെ ഒരു ഫ്രഷ് ഫീൽ കൊണ്ടുവരുന്നുണ്ട്. അൻസാർ ഷാ എന്ന സിനിമാറ്റോഗ്രാഫർ ഇതെല്ലാം വളരെ ഭംഗി കളയാതെ തന്നെ നന്നായി അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാമത്തിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ യാദൃച്ഛികമായിട്ടൊരു ഒരു ബ്രേക്ക് ഡാൻസ് കാണുകയും അത് ഇഷ്ടപ്പെട്ട് അത് പഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും അതുവഴി അവരുടെ ജീവിതത്തിലും കുടുംബത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും സംഭവങ്ങളും കൂടാതെ അതിനുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും ഒക്കെയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ബ്രേക്ക് ഡാൻസ് തന്നെയാണ് ഈ സിനിമയിലെ മെയിൻ തീമെങ്കിലും ആ ഒരു ആർട്ട് ഫോം പഠിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന പല മതത്തിലും ജാതിയിലും സാമ്പത്തിക അവസ്ഥയിലൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരുടെ സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെ ഒക്കെ കഥയാണ് മൂൺ വാക്ക്. പിന്നെ അത് ഏതൊരവസ്ഥയിലും നമ്മുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാതെ മുറുകെ പിടിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ഒരു നല്ലൊരു മെസ്സേജ് കൂടെ ഈ പടത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നോട് പേര് പറയുക വലിയ ടാസ്ക്കാണ്, കാരണം എഴുതി കാണിക്കാം. പക്ഷെ അവർ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പെർഫോമൻസാണ്. അത് പിള്ളേർ ഈ പടത്തിൽ പറഞ്ഞ പോലെ ഞെരിപ്പ് പിള്ളേർ തന്നെ എല്ലാവരും. വളരെ സിമ്പിളായ ഒരു കഥയും, അതായത് ചെറിയൊരു കഥ, ഒരു ബ്രേക്ക് ഡാൻസ്, കുട്ടികൾ ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ പോകുന്ന ബന്ധപ്പെട്ട ഒരു വളരെ തിൻ സ്റ്റോറി ലൈൻ ആണെങ്കിൽ പോലും അതിനകത്ത് വളരെ നാച്ചുറലായ സംഭാഷണവും ഒക്കെ ഒരു നല്ല ഫ്ലോയിൽ തന്നെ സിനിമയെ കൊണ്ടുപോകുന്നുണ്ട്. സിനിമ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സ്ലാങ്ങിനാണ് സംഭാഷണങ്ങൾ കൂടുതലും. പടത്തിൻ്റെ ആദ്യ പകുതി കുറച്ചൊരു സ്ലോ പേസിലാണ്. രണ്ടാമത്തെ പകുതിയിലേക്കുള്ള ഒരു വാമപ്പ് പോലെയാണ് തോന്നിയത്. രണ്ടാം പകുതിയിൽ കുറേ കൂടെ സ്പീഡിലും കൂടാതെ പല ലെയറുകളിൽ കൂടെ, അതായത് ഈ ബ്രേക്ക് ഡാൻസ് മാത്രമല്ലാതെ ഇവരുടെ പേഴ്സണൽ ലൈഫ്, ഫാമിലി, അവരുടെ പ്രണയങ്ങൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ പോകുന്നുണ്ട്. പക്ഷേ എന്നെ അവസാനത്തേക്ക് വരുമ്പോഴാണ് ഈ പടത്തിൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രോമാഞ്ചം തരുന്ന ഒരു ഹൈലൈറ്റ് ക്ലൈമാക്സ് ആണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. അതെന്തായാലും ആ ഒരു ക്ലൈമാക്സ് നമ്മൾ അത് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ടതാണ്. ആ സമയത്ത് കിട്ടുന്ന ഹൈപ്പ്, ആ സമയത്തെ മ്യൂസിക്കൊക്കെ സിനിമയ്ക്ക് വല്ലാത്തൊരു ഫീലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ ആ സ്ലോ പേസിൽ പോകുന്ന സിനിമ പെട്ടെന്നാണ് ഒരു വേറെ ലെവലിലേക്ക് ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ക്ലൈമാക്സ് തന്നെയാണ് ഈ സിനിമ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കൂടുതൽ ആൾക്കാരിലേക്ക് ഇപ്പോഴും എത്തുന്നത്. പക്ഷെ ഇത്രയും പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നിട്ട് ഒരാളുടെ അഭിനയത്തിൽ പോലും ഒരു കുറവുള്ളതായിട്ട് തോന്നിയില്ല. എന്താണോ ആ ക്യാരക്ടർ കൊണ്ട് അല്ലെങ്കിൽ ലുക്ക് കൊണ്ടോ ഡ്രസ്സിങ് കൊണ്ടും അഭിനയത്തിനും ഒക്കെ ആ സിനിമയ്ക്ക് വേണ്ടിയത് എന്താണോ അതിന് ചേരുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും 80s 90s കഥയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ലൊക്കേഷൻ, ഈ പറഞ്ഞ പോലെ പുത്തൻതോപ്പിലെ ആ ലൊക്കേഷൻ, അവിടുത്തെ വീടുകൾ, അന്ന് ഉള്ള വാഹനങ്ങൾ, പഴയ RS100 പോലുള്ള സ്കൂട്ടറുകൾ, പഴയ ട്രാൻസ്പോർട്ട് ബസ്സുകൾ, ഈവൻ പഴയ ട്രെയിൻ പോലും പഴയതിൻ്റെ ഒരു കളർ നമുക്ക് അത് പാസ് ചെയ്ത് പോകുമ്പോൾ കാണാം. പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് നമ്മൾ പണ്ട് കണ്ടിരുന്ന VCR, വാക്മാൻ, അതുപോലെ പഴയ റേഡിയോ, അന്നത്തെ പോലുള്ള പഴയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം സിനിമയെ കാണിക്കുന്നുണ്ട്. പഴയ ആ കാലഘട്ടത്തെ റെട്രോ സ്റ്റൈലിലുള്ള ഡ്രസ്സിങ്, അവരുടെ ബാഗി പാൻസുകളും ലൂസായ പാൻസും, പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ഹെയർ സ്റ്റൈല്, മൊത്തത്തിൽ ആ സിനിമയുടെ കാലഘട്ടം അതേപടി അതിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് സിനിമയ്ക്കകത്തൊരു ഗ്യാപ്പ്, നമുക്കൊരു എവിടെയും ഒരു എന്താണ് കണക്ട് ചെയ്യാത്തൊരു ഫീല് തോന്നിയിട്ടേ ഇല്ല. ഇപ്പം നമുക്ക് കുറച്ച് കാലമായിട്ട് മലയാള സിനിമയിലൊക്കെ ലൗഡായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് പല സിനിമകളിലും കാണുന്നത്. ഇപ്പം സൗണ്ട് സിസ്റ്റം ഒക്കെ ഓക്കെ അല്ലാതെ തിയേറ്ററിലൊക്കെ നമ്മൾ പോയി കണ്ടാൽ ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയി തോന്നിപ്പോകാറുണ്ട്. പക്ഷേ മൂൺ വാക്കിലെ ഒരു മ്യൂസിക് അത് ഈ ബ്രേക്ക് ഡാൻസ് വരുന്ന സമയത്ത് മാത്രമാണ് കുറച്ചൊന്ന് ഹൈ ആണ്. എന്നാൽ അതൊരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരു മ്യൂസിക് ട്രെൻഡ് റീക്രിയേറ്റ്, അതായത് റെട്രോ എന്ന് പറയുന്ന മ്യൂസിക്കൊക്കെ റീക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ അത്ര ലൗഡായിട്ടൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ പാട്ടുകൾ, ലിറിക്സും ഒക്കെ അതിനകത്ത് സിനിമയ്ക്ക് ചേരുന്ന രീതിയിലുള്ള നല്ല സംഗീതവും അതിൻ്റെ വരികളും ഒക്കെ നന്നായിരുന്നു. പ്രശാന്ത് പിള്ളയാണ് അതിൻ്റെ സംഗീതം. നമ്മുടെ മലയക്കോട്ടെ വായുവിനൊക്കെ അദ്ദേഹത്തിൻ്റെ ആണല്ലോ, അദ്ദേഹമാണ് ഇതിനകത്ത് സംഗീതം. അത് വളരെ നന്നായിട്ട് ഇതിനകത്ത് പാട്ടുകൾ, ആ കാലഘട്ടത്തിന് ചേരുന്ന വിൻറ്റേജ് പാട്ടുകളൊക്കെ നമുക്ക് കണക്ട് ആകുന്ന ഒരു രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം
മലയാള സിനിമയെ കുറച്ചായിട്ട് വലിയ ചിത്രങ്ങളുടെ കാലമാണ്. കൂടുതലും ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ, റിവെഞ്ച് ത്രില്ലറുകൾ, അങ്ങനെ കുറച്ച് ഡാർക്കായിട്ടുള്ള സിനിമകൾ മാത്രം വന്നുകൊണ്ടിരിക്കുമ്പോൾ മൂൺവാക്ക് പോലെ ചെറിയൊരു വളരെ ടച്ചിങ് ആയ ലൈറ്റായ ഒരു ഫീൽ ഗുഡ്, ഒരു നാട്ടിൻപുറത്തെ കഥകളിലേക്കോ സാധാരണക്കാരുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സിനിമ. വളരെയധികം നമുക്കൊരു ബ്രേക്ക്, ശരിക്കും പറഞ്ഞാൽ ബ്രേക്കാണ്, ബാക്കിയുള്ള സിനിമകളിൽ നിന്നൊരു ബ്രേക്ക് തന്നെയാണ് സിനിമ. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഒരു ബ്രേക്ക് ഡാൻസ് കലാകാരന്മാർക്കും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ എന്ന അനശ്വര നമ്മുടെ ഒരു പ്രതിഭ എന്ന് പറയുന്ന അദ്ദേഹത്തിനൊക്കെ ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ഈ മൂൺവാക്ക് എന്ന് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും. എന്തായാലും മൂൺവാക്ക് ഒരു വളരെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ഒരു ഫീൽ ഗുഡ്, ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം വന്നൊരു നല്ലൊരു മനോഹരമായ സിനിമയാണെന്ന് പറയാം.